ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പം ചിന്തിക്കും, എന്ത് ബ്യൂട്ടിഫുള്ളാണ് മോർണിംഗ് കാണാനല്ലേ, എന്ത് നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റും ഒരു നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെയാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്തിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ഞാൻ എപ്പോഴും ഓർക്കും അങ്ങനെ കുറച്ച് ദിവസം ചെയ്യും. പക്ഷേ ഓർമ്മ മാത്രമേ ഉള്ളൂ. കട്ടിലേ കയറി കഴിയുമ്പോഴേ ഈ ഓർമ്മയൊക്കെ ഞാൻ അങ്ങ് മറന്നു പോകും. പക്ഷേ എന്തോ രാവിലെ ഒരു പ്രത്യേക വൈബല്ലേ, അത് പറയാൻ പറ്റത്തില്ല. രാവിലെ അതേ വൈകുന്നേരം അത്, പക്ഷേ രാവിലത്തെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, അതൊരു പ്രത്യേകതരം ഫീലിങ്സാണ്. ഇവിടെ പിന്നെ ആ ഫ്രഷ്നെസ്സും ആ ലൈറ്റും ഒക്കെ ഉള്ളൂ. നാട്ടിലൊന്ന് ചിന്തിച്ച് നോക്കി, നല്ല പക്ഷികളുടെ കളകളാരവോ ശബ്ദവും അമ്പലത്തിൽ നിന്ന് ആ കൗസല്യ സുപ്രജ എന്നുള്ള ആ പാട്ടും അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ. എനിവേ ഇതൊന്നും ചിന്തിക്കാൻ നേരമില്ലേ, എനിക്ക് ജോലിയായിരുന്നു. ഞാൻ രാവിലെ ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. ഈ മാസം എനിക്ക് ഈ ഒരൊറ്റ വീക്കെൻഡ് ജോലിയുള്ളൂ. ബാക്കി 3 വീക്കെൻഡും എനിക്ക് ഓഫാണ്. നല്ല കാര്യമല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ വീക്കെൻഡ് വലിയ ജോലിയുള്ളത് വലിയ താല്പര്യം. പക്ഷേ എല്ലാ വീക്കെൻഡും നമുക്ക് റിക്വസ്റ്റ് ഓഫ് എഴുതി കൊടുത്ത് സ്വാർത്ഥരാകാൻ പറ്റുമോ? മറ്റുള്ളവർക്കും വേണ്ടേ അല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഡ്യൂട്ടി റോട്ടെ ഔട്ടാകുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് എത്ര വീക്കെൻഡ് ഡ്യൂട്ടി ഉണ്ടെന്നാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ചെന്നേ. ഇനി എൻ്റെ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കണം, ജോലിക്ക് കയറണം, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വീക്കെൻഡ് ജോലി ആയതുകൊണ്ട് ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ ഒക്കെ വരാൻ താമസിക്കും. പക്ഷെ പണങ്ങൊന്നും ചെയ്തേക്കരുതേ. അപ്പോൾ ഇനി എന്നാൽ ഞാൻ പോയച്ചും വരാം. ഇതിനപ്പുറത്തോട്ടെ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ശരി, പോയച്ചും വരാം, പിന്നെ കാണാവേ.